ആമ്പൽപ്പൂവിൻ്റെ കഥ. ഒരു ചെറിയ ഗ്രാമത്തിൽ മീര എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. മീര എളിമയുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എപ്പോഴും നന്ദിയുള്ളവളായിരുന്നു. അടുത്തുള്ള തടാകത്തിൻ്റെ ഉപരിതലത്തിൽ വിരിയുന്ന ആമ്പൽപ്പൂക്കളുടെ ഭംഗി കണ്ട് അവൾ പലപ്പോഴും നടക്കുമായിരുന്നു. ഒരു ദിവസം തടാകത്തിലൂടെ നടക്കുമ്പോൾ കരയിൽ ആമ്പൽപ്പൂക്കൾ വീക്ഷിക്കുന്ന ഒരു വൃദ്ധനെ മീര കണ്ടുമുട്ടി. വൃദ്ധൻ മീരയോട് ചോദിച്ചു, താമരപ്പൂവിൻ്റെ രഹസ്യം നിങ്ങൾക്കറിയുമോ? മീര മറുപടി പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. മീര പറഞ്ഞു, പക്ഷേ അവയുടെ സൗന്ദര്യവും സൗരഭ്യവും ഞാൻ ആസ്വദിക്കുന്നു. വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആമ്പൽപ്പൂവ് ചെളി നിറഞ്ഞ വെള്ളത്തിൽ വളരുന്നു, പക്ഷേ അത് അഴകും സുഗന്ധവും നിലനിൽക്കുന്നു. അത് പ്രതിരോധത്തിൻ്റെയും പ്രതീക്ഷയുടെയും നന്ദിയുടെയും പ്രതീകമാണ്. ആമ്പൽപ്പൂവിനെ പോലെ നമുക്കും നമ്മുടെ വെല്ലുവിളികൾക്കും ബുദ്ധിമുട്ടുകൾക്കും മുകളിൽ ഉയരാം. പ്രതിസന്ധികൾക്ക് മുകളിൽ പറക്കാം. ശക്തവും സുന്ദരവുമായിരിക്കുക. വൃദ്ധയുടെ വാക്കുകൾ മീരയെ ആഴത്തിൽ പ്രചോദിപ്പിച്ചു. അവൾ തൻ്റെ ജീവിതം നിസ്സാരമായി എടുക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്വന്തം വെല്ലുവിളികൾക്കും ബുദ്ധിമുട്ടുകൾക്കും മുകളിൽ ഉയരാൻ അവൾക്ക് ശക്തിയുണ്ടെന്ന് അന്നു മുതൽ വീണ്ടും ശക്തമായി തന്നെ പരിശീലനങ്ങൾ നടത്തി, ബോധപൂർവമായ ശ്രമം നടത്തി. അവളൊരു കൃതജ്ഞതാ ജേണൽ ആരംഭിച്ചു. ഓരോ ദിവസവും നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതി. ചെളി നിറഞ്ഞ വെള്ളത്തിന് മുകളിൽ ആമ്പൽപ്പൂ ഉയരുന്നതുപോലെ അവളും പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും അവളുടെ ആ ലക്ഷ്യങ്ങളെ പിന്തുടരുവാനും തുടങ്ങി. മീര നന്ദിയും സഹിഷ്ണുതയും പരിശീലിക്കുന്നു തുടർന്നു. അവളുടെ ജീവിതത്തിൽ ഒരു അഗാധമായ മാറ്റം ശ്രദ്ധിച്ചു. അവൾ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ പ്രതീക്ഷയും കൂടുതൽ സമാധാനവും അവൾക്ക് തോന്നി. താൻ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്നും ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ അവൾ പ്രാപ്തയാണെന്നും തിരിച്ചറിഞ്ഞു. ഈ കഥയുടെ ധാർമ്മികത എന്താണ്? ആമ്പൽപ്പൂവിൻ്റെ കഥ നമ്മെ സഹിഷ്ണുതയും പ്രത്യാശയും എന്നിവയുടെ പ്രാധാന്യം പഠിപ്പിക്കുന്നു. നമ്മുടെ വെല്ലുവിളികൾക്ക് ബുദ്ധിമുട്ടുകൾക്കും മുകളിൽ ഉയരാനും നാം ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനും നമുക്ക് ശക്തിയുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്ദിയും സഹിഷ്ണുതയും പരിശീലിക്കുന്നതിലൂടെ നമുക്ക് പോസിറ്റീവായ മാനസികാവസ്ഥ വളർത്തിയെടുക്കാനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും നമ്മുടെ ലക്ഷ്യങ്ങളെ നേടാനും കഴിയും. ഇന്ന് നമ്മൾ നന്ദിയുള്ള 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. നിങ്ങളുടെ വെല്ലുവിളികൾക്കും ബുദ്ധിമുട്ടുകൾക്കും അതീതമായി ഉയരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് എന്ത് നടപടി സ്വീകരിക്കാനും എന്ന് എഴുതുക. നിങ്ങളത് പ്രാവർത്തികമാക്കുക. ജീവിതം ഉയരട്ടെ.